നിങ്ങൾ ഡെയിലി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എത്ര സമയം മാറ്റിവെക്കാറുണ്ട്? എനിക്കറിയാം, അവരെ സ്കൂളിൽ അയക്കാനും ഫുഡ് കഴിപ്പിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നാം ഡെയിലി കുറേ സമയം അവർക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. എന്നാൽ ഞാനിവിടെ ചോദിച്ചത് അതിനെപ്പറ്റിയല്ല. മക്കളുമായി കളിക്കാനും അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഒന്നിരിക്കാനും അതുപോലെ കുറച്ച് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു ടൈം അത് നിങ്ങൾക്കുണ്ടോ? അങ്ങനെ കുറച്ച് സമയം വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അവരുടെ പ്രശ്നങ്ങൾ അവർ നമ്മോട് പറയണമെന്ന് നാം ആഗ്രഹിക്കാറില്ലേ? അതിനുള്ള ഒരു സ്പേസ് നമുക്കും അവർക്കും ഇടയിലുണ്ടോ? ഇല്ലെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ആ സ്പേസിലേക്കുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഡെയിലി നാം അവർക്ക് കൊടുക്കേണ്ട ക്വാളിറ്റി ടൈം. ഇന്നത്തെ കാലത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്? കുട്ടികളുടെ ആത്മഹത്യ, ടോക്സിക് റിലേഷൻസ്, ലഹരി ഉപയോഗം, മക്കളുടെ അഗ്രസീവ് നേച്ചർ, ഇതൊക്കെ തന്നെ നാം ഉമ്മമാരിൽ വല്ലാത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നത്, അല്ലേ? ഈ ആശങ്കകൾക്കൊക്കെയുള്ള ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് മക്കളുമായി നല്ല രീതിയിൽ ഒരു ബന്ധം ഉണ്ടാക്കി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിനായി ഡെയിലി അവരുമായിട്ട് നാം സംസാരിക്കണം. കുറച്ച് സമയം, ഒരു 15 മിനിറ്റ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായാലും നമ്മൾ വീട്ടമ്മമാരായാലും ഈ 15 മിനിറ്റിന് അതിൻ്റേതായ ഒരു വാല്യൂ നൽകിക്കൊണ്ട് മക്കളോട് സംസാരിക്കണം. ഇങ്ങനെ നാം സംസാരിച്ച് തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയാമോ? നമുക്ക് നോക്കാം. കുട്ടികൾ നമ്മോട് കൂടുതൽ തുറന്ന് സംസാരിക്കാൻ തുടങ്ങും. നിലവിൽ നിങ്ങൾ കുറച്ച് റഫായിട്ട് നിൽക്കുന്ന ഒരു പാരൻ്റ് ആണ് എങ്കിൽ നിങ്ങളുടെ കുട്ടി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യില്ല. എന്നാൽ ഡെയിലി നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുക. ഒന്നും ഡീപ്പായിട്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും അന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടായ ചെറിയ ചെറിയ അനുഭവങ്ങൾ പറയുക. ഇന്ന് ഉമ്മയുടെ ജോലി നേരത്തെ ഒതുങ്ങി, അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് ഇരിക്കാൻ പറ്റി, ഇന്നിവിടെ ഇന്നതുപോലൊക്കെ ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചുമ്മാ സംസാരിക്കുക. അടുത്ത ദിവസവും ഇത് തുടരുക. പതിയെ പതിയെ ഇത് കേൾക്കുന്ന കുട്ടിയും ഓരോ കാര്യങ്ങളും നമ്മളോടും പറയാൻ തുടങ്ങും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് പ്രായത്തിലുള്ള മക്കളാണോ അതിനനുസരിച്ച് ഉള്ള ഒരു ടോണിൽ സംസാരിക്കുകയാണെങ്കിൽ അത് അവർക്ക് ശ്രദ്ധിക്കാൻ സാധ്യത ഏറെയാണ്. അതായത് കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഹാബിറ്റായി തന്നെ മാറും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ മക്കളും നമ്മൾ മാതാപിതാക്കളും തമ്മിലുള്ള ബോണ്ട് ശക്തമാക്കും. ഡെയിലി നമ്മൾ ഒരാളുമായി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് വല്ലാത്തൊരു അടുപ്പം തോന്നില്ലേ? അങ്ങനെയല്ലേ പല റിലേഷൻസും ഉടലെടുക്കുന്നത്? നാം മക്കളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ അവിടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ ഒരു ബോണ്ട് ഉണ്ടാകുന്നു. അതേ രീതിയിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായും അവർ സ്നേഹം നേടി മറ്റൊരിടത്തേക്ക് പോകില്ല. അതുപോലെ കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നമുക്ക് ഉപകാരപ്പെടും. ഓരോ കുട്ടിയും പലതരത്തിലുള്ള ടെൻഷൻസ് കൊണ്ട് നടക്കുന്നവരാകാം. പാരൻസ് അറിഞ്ഞാൽ വഴക്ക് പറയും എന്നൊരൊറ്റ കാര്യം കൊണ്ട് പല കാര്യങ്ങളും മറച്ചുവെച്ച് മനസ്സിലൊരു ഭാരവും താങ്ങി നടക്കുന്നവരായിരിക്കാം പല മക്കളും. പഠനം, സുഹൃത്തുക്കൾ, സ്കൂൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പേടികൾ, അങ്ങനെ പലതുമാവാം അവരുടെ പ്രശ്നങ്ങൾ. പാരൻസിനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ പേടി കൊണ്ടോ അവർ ഈ കാര്യം നമ്മോട് ഷെയർ ചെയ്തില്ലെന്നും വരാം. അവിടെയാണ് ഇത്തരത്തിലുള്ള ക്വാളിറ്റി ടൈമിൻ്റെ പ്രസക്തി. നമ്മോട് പറയാൻ അവർ മടിക്കുന്ന കാര്യങ്ങൾ പോലും ഈ സമയം അവർ തുറന്നു പറയും. അവർക്കുള്ള പ്രശ്നം എന്തു തന്നെ ആയാലും അത് പരിഹരിക്കാൻ നാം അവർക്കൊപ്പം നിൽക്കുക. ജീവിതത്തിൽ പല രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവാമെന്നും അതിനോട് നാം എങ്ങനെ പ്രതികരിക്കണമെന്നും അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്തിനും ഒരു മുൻകരുതൽ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിലും അത് അവർ നമ്മോട് തുറന്ന് സമ്മതിക്കാനുള്ള ധൈര്യം അവരിൽ ഉണ്ടാക്കിയെടുക്കാനും ഡെയിലിയുള്ള ഈ ഒരു സംസാരം നമ്മെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ അവരെ നാം കേൾക്കുന്നു എന്നവർക്ക് മനസ്സിലാവുമ്പോൾ എനിക്കും പ്രാധാന്യമുണ്ട്, ഞാനും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന തോന്നൽ അവരിലുണ്ടാകും. അത് ഭാവിയിൽ അവരുടെ സെൽഫ് എസ്റ്റീം, അതായത് സ്വയം ഒരു മതിപ്പുണ്ടാക്കാൻ സഹായിക്കും. നാം പലരും കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു ചിന്തയില്ലാത്തവരായിരുന്നിരിക്കാം, അല്ലേ? നാം പലരും ചിന്തിച്ചിരുന്നത് എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു വിലയില്ല, ഞാനെങ്ങും എത്തില്ല എന്ന രീതിയിലാവാം. വർഷങ്ങൾക്ക് ശേഷമാവും നമുക്ക് നമ്മെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവുക. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്കും തോന്നിയിട്ടുള്ളത് നാം ഒരു 10-20 വയസ്സ്, 25 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. എന്നാൽ നാം കുട്ടികളെ കേൾക്കുമ്പോൾ, എന്നും ഒരു 15 മിനിറ്റ് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ വീട്ടിൽ ഞാനും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആളാണ് എന്നതായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് വളർത്തിയെടുക്കാൻ ഈ സമയത്തിലൂടെ നമുക്ക് സാധിക്കും. നാം അവരോട് ഓരോ ദിവസത്തെയും വിശേഷങ്ങളൊക്കെ തിരക്കുമ്പോൾ, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, സ്കൂളിൽ നീ ഹാപ്പി ആയിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ വല്ലതും സംഭവിച്ചോ, അല്ലെങ്കിൽ എന്താണ് മോന് വിഷമം ഉണ്ടാവാൻ കാരണം,
എന്തായിരുന്നു അതിൻ്റെ തുടക്കം, നമ്മളെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ, ഇങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങും, ഞാനിങ്ങനെ ചെയ്തതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ. ആ ഒരു ചിന്ത കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്നത് അവർക്ക് ഭാവിയിൽ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനും സഹായിക്കും. അവരൊരു പ്രശ്നം വന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ കൂടെ നിന്ന് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ സഹായിക്കുക. ഒരിക്കലും ഒരു കാര്യത്തിനും ഓവറായിട്ട് ഇമോഷണൽ ആവാതിരിക്കാൻ അവരെ പഠിപ്പിക്കുക. മറ്റു ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാനായി അവർ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ ചാടുന്നു, ഇവിടെ ചാടുന്നു, പാത്രം മറിച്ചിടുന്നു, ഉപദ്രവിക്കുന്നു, ഒച്ചയെടുത്ത് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികൾ, അവർക്ക് വേണ്ടത് ശ്രദ്ധയാണ്. അത് നാം മക്കൾക്ക് കൊടുക്കുക. പോസിറ്റീവ് അറ്റൻഷൻ ഡെയിലി ലഭിക്കുമ്പോൾ ശ്രദ്ധ നേടാനായി അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് കുറയ്ക്കും. ചില കുട്ടികളിൽ സീരിയസ് ആയിട്ടുള്ള ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കാണാം. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ചെറിയ രീതിയിലുള്ള കുസൃതികൾ, അതൊക്കെ ഈ ടൈമിൽ നന്നായി വിനിയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഈ ക്വാളിറ്റി ടൈമിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്നത് പാരൻസിനോട് കുട്ടികൾക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും എന്നതാണ്. എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഈ ഒരു വിശ്വാസം നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ്. അവർ കുട്ടികളായതുകൊണ്ടും അവരുടെ ലോജിക് ബ്രെയിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടും പല കാര്യങ്ങളിലും എടുത്തു ചാടി തീരുമാനമെടുക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും നമ്മുടെ മക്കളെ നാം ഹെൽപ്പ് ചെയ്യേണ്ടി വരും. കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പോലും അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ആ സമയത്തൊക്കെ നമ്മുടെ വാക്കിനും അഭിപ്രായത്തിനും അവർ വില കൽപ്പിക്കണമെങ്കിൽ തീർച്ചയായും നമ്മിൽ അവർക്ക് വിശ്വാസം ഉണ്ടാവേണ്ടതുണ്ട്. ഡെയിലി നാം അവരോടൊപ്പം ചിലവഴിക്കുന്ന ഈ സമയം കൊണ്ട് എന്തായാലും നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കും. അതെനിക്ക് ഉറപ്പാണ്. മേൽപ്പറഞ്ഞ ഈ 7 കാര്യങ്ങളാണ് നാം കൊടുക്കുന്ന ക്വാളിറ്റി ടൈം കൊണ്ട് നമ്മുടെ കുട്ടികൾക്കും നമുക്കും ഉണ്ടാകുന്ന ഉപകാരങ്ങൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. കുട്ടികൾ നമ്മോട് തുറന്ന് സംസാരിക്കും. 2. കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബോണ്ട് ശക്തമാകും. 3. കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. 4. കുട്ടിയുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കും. 5. കുട്ടികളിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് വളരാൻ സഹായിക്കും. 6. ശ്രദ്ധ നേടാനായി തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് കുറയും. 7. പാരൻസിനോടുള്ള വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും ഒരു 15 മിനിറ്റ് വീതം മൊബൈലൊക്കെ മാറ്റിവെച്ച് നമ്മുടെ കുട്ടികളോടൊപ്പം ചിലവഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.